എസ്.എൻ.ജോയിലെ അഫ്ളലുൽ ഉലമാ വിദ്യാർത്ഥികളെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അൻ-നസറുൽ ജാഹിലിയ കാലഘട്ടത്തിലെ ഗദ്യം. അൻ-നസറു ഹുവ അഹദു ഖിസ്മൈൽ കലാമി ഫൽ കലാമു കുല്ലുഹു ഇമ്മാ അൻ തതിമ്മ സിയാഗത്തുഹു ഫീ ഖാലബി ശാഇരി ഔ യകൂന ഫീ ഖൽബി നസരി. അമ്മ അൻ-നസറു ഫഹുവ ഇഹ്ദാ സുവരി തഅബീരിൽ അദബി കമാ അന്നഹു يعد لونا من ألوان الكلام ولا يتقيد بوزن أو بقافية كالشاعر إلا إنه يعتمد على إيراد الخيال والصور والضروب من بلاغة كالجناس والطباق والتشبيه والاستعارة. ഗദ്യം സംസാരത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ ഒന്നാണ്. സംസാരം ഒന്നെങ്കിൽ കവിതയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഗദ്യത്തിൻ്റെ രൂപത്തിലോ ആയിരിക്കും. ഗദ്യ സാഹിത്യപരമായ ആവിഷ്കാരത്തിൻ്റെ ഒരു രൂപമാണ്. ഇത് കവിതയെപ്പോലെ വൃത്തത്തിലോ പ്രാസത്തിലോ അധിഷ്ഠിതമല്ല. എന്നിരുന്നാലും ഇത് ഭാവനയെയും ചിത്രീകരണങ്ങളെയും ആശ്രയിക്കുന്നു. കൂടാതെ ജിനാസ്, ത്വബാഖ്, തശ്ബീഹ്, ഇസ്തിആറ പോലുള്ള അലങ്കാരങ്ങളും ഉപയോഗിക്കുന്നു. ഇസ്തിആറ എന്ന് പറഞ്ഞാൽ രൂപാലങ്കാരം, ആലങ്കാരിക പ്രയോഗത്തിനാണ് ഇസ്തിആറത്ത് എന്ന് പറയുന്നത്. അതേപോലെയാണ് തശ്ബീഹൊക്കെ അതിൻ്റെയൊക്കെ ഒരു വകഭേദമാണ്. കാനൽ അറബു ഖബലൽ ഇസ്ലാം ഉമ്മത്തുൻ ഉമ്മിയ ഗാലിബൻ ലം തന്തശിർ ഫീഹിമുൽ കിതാബ ഫകാന അക്സറു ഇഅ്തിമാദിഹിം അല ദാകിറതി വഹൈസു ഇന്ന ശഅറ അഖറബു ഇലൽ ഹിഫ്ളി അക്സരി മാ ഇന്തഖല ഇലൈഹി മിനൽ അസ്രിൽ ജാഹിലി ഹുവ ശഅറു ولم تنتقل إلينا نماذج كثيرة للنثر الجاهلي ومن أنواع النثر التي وصلت إلينا من الجاهلية الأمثال والحكم والوصايا والخطب والأقاصيص وسجع الكهان. ഇസ്ലാമിന് മുമ്പ് അറബികൾ സാധാരണയായി നിരക്ഷരരായിരുന്നു. എഴുത്ത് വ്യാപകമായിരുന്നില്ല. അതിനാൽ അവർ കൂടുതലും ഓർമ്മശക്തിയാണ് ആശ്രയിച്ചിരുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച സാഹിത്യത്തിൽ കവിതയാണ് കൂടുതലായി ലഭിച്ചത്. കാരണം അത് മനഃപ്പാഠമാക്കാൻ എളുപ്പമായിരുന്നു. ജാഹിലിയ ഗദ്യത്തിൻ്റെ നിരവധി മാതൃകകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ഗദ്യത്തിൻ്റെ തരങ്ങളിൽ പഴഞ്ചൊല്ലുകൾ, വിജ്ഞാനങ്ങൾ, വസീയത്തുകൾ, പ്രഭാഷണങ്ങൾ, കഥകൾ, കഹാന്റെ പ്രാസമുള്ള സംസാരം എന്നിവ ഉൾപ്പെടുന്നു. കുഹാൻ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന്മാരുടെ സംസാരങ്ങൾ, പ്രാസമുള്ള സംസാരങ്ങൾ. യംതാസ് النثر في الجاهلية بجريانه مع الطبع فليس فيه تكلف ولا زخرف ولا غلو يسير مع أخلاق البدوي وبيئته فهو قوي اللفظ المتين التركيب قصير الجملة موجز الأسلوب قريب الإشارة قليل الاستعارة. ജാഹിലിയ ഗദ്യം അതിൻ്റെ സ്വാഭാവികതയാൽ വേറിട്ടു നിൽക്കുന്നു. അതിൽ കൃത്രിമത്വമോ അലങ്കാരങ്ങളോ അതിശയോക്തിയോ ഇല്ല. അത് ബദവികളുടെ സ്വഭാവത്തിനും അവരുടെ ചുറ്റുപാടിനും അനുസൃതമാണ്. അതിൻ്റെ ഭാഷ ശക്തവും ഘടന ദൃഢവും വാക്യങ്ങൾ ചെറുതും ശൈലി സംക്ഷിപ്തവും സൂചനകൾ കുറഞ്ഞതും അലങ്കാരങ്ങൾ കുറഞ്ഞതുമാണ്. എന്തിനെങ്കിലും പദത്തിൻ്റെ അർത്ഥം അറിയത്തില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇപ്പം ഓരോന്ന് അർത്ഥം വെച്ച് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആശയം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അർത്ഥം വായിച്ച് അതിൻ്റെ ആശയം പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചോദിക്കാവുന്നതാണ്. അടുത്തത് അൽ ഖിതാബത്തു, പ്രഭാഷണം. അൽ ഖിതാബത്തു നൗഅ മിൻ അഅ്ആൻ നസരിൽ ഫനി വകാനത്തിൽ ഖിതാബത്തു ഫിൽ അസ്രിൽ ജാഹിലി തുഅഖദു ഫിൽ അസ്വാഖി വൽ മഹാഫിലി വൽ വുഫൂദി على الملوك والأمراء كانت مهمتها النصح والإرشاد والدعوة إلى حالة السلم ومحاولة حقن النماء.
ഈ മൊബൈലിലൂടെ നോക്കി വായിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വായിക്കുന്നത് ചിലപ്പോൾ തെറ്റുണ്ടാവും. അപ്പോൾ നിങ്ങൾ സധീരം ക്ഷമിക്കുക. وكذلك التفاخر والتحريض على القتال معظم الخطابة التي وصلت إلينا من العصر الجاهلي يقلب عليها السجع وكان لكل قبيلة خطيبا كما كان لكل قبيلة شاعر. ومن أشهر الخطباء العرب في هذا العصر قص بن ساعد الأيادي وأكثم بن صيفي التميمي وعمر بن معد يكرب وكعب بن لؤي وقيس بن زهير العيسي والحارث بن عباد البكري. وستأتي نماذج من خطبهم في الوحدة القادمة. പ്രഭാഷണം അൽ ഖിത്താബ. പ്രഭാഷണം ഒരുതരം സാഹിത്യഗദ്യമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ പ്രഭാഷണങ്ങൾ ചിന്തകളിലും സമ്മേളനങ്ങളിലും രാജാക്കന്മാരുടെ പ്രഭുക്കന്മാരുടെയും അടുക്കലുള്ള പ്രതിനിധി സംഘങ്ങളിലും നടന്നിരുന്നു. സമാധാനത്തിന് ഉപദേശങ്ങൾ നൽകുക, മാർഗനിർദ്ദേശം നൽകുക, രക്തച്ചൊരിച്ചിൽ തടയാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ അഹങ്കാരം പ്രകടിപ്പിക്കുക, യുദ്ധത്തിന് പ്രേരിപ്പിക്കുക എന്നിവയായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങൾ. ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച മിക്ക പ്രഭാഷണങ്ങളിലും അനുപ്രാസം പ്രകടമാണ്. ഓരോ ഗോത്രത്തിനും ഒരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു. ഓരോ ഗോത്രത്തിനും ഒരു കവിയും ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലെ പ്രശസ്തരായ അറബി പ്രഭാഷകരിൽ ചിലർ ഖുസ്സ ബിൻ സാഇദ അൽ ഇയാദി, അക്സം ബിൻ സൈഫി അൽ തമീമി, അമ്ര ബിൻ മഅദി കരിബ്, കഅബ് ബിൻ ലുഐ, ഖൈസ് ബിൻ സുഹൈർ അൽ അബ്സി, അൽ ഹാരിസ് ബിൻ അൽ അബ്ബാദ് അൽ ബക്കിരി എന്നിവരാണ്. അവരുടെ അടുത്ത പ്രഭാഷണങ്ങളുടെ മാതൃകകൾ അടുത്ത യൂണിറ്റിൽ വരും. അൽ ഹുക്മു വൽ അംസാൽ. مثل جملة مقطعة من القول في غاية من الإيجاز تنقل عما وردت فيه إلى ما يشابه بدون تأخير وهو متصل بوقاع أو حادث. والحكمة قول الرائع تضمن حكما صحيحا مسلما ولا تجري الحكمة إلا بين الخواص. أما المثل فهو كلام شائع بين العامة والخاصة. الحكم والأمثال. വിജ്ഞാനോപദേശങ്ങളും പഴഞ്ചൊല്ലുകളും. ഒരു പഴഞ്ചൊല്ല് എന്നത് വളരെ സംക്ഷിപ്തമായി നിറഞ്ഞ ഒരു വാക്യമാണ്. അത് മാറ്റമില്ലാതെ സമാനമായ സാഹചര്യങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതൊരു യഥാർത്ഥ സംഭവമായോ സാഹചര്യമായോ ബന്ധപ്പെട്ടതാണ്. എന്നാൽ വിജ്ഞാനോപദേശം ഹിക്കം, അതാണ് വിജ്ഞാനോപദേശം എന്ന് പറയുന്നത്, എന്നത് ശരിയായതും അംഗീകൃതമായ വിധികൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു വാക്യമാണ്. വിജ്ഞാനോപദേശങ്ങൾ സാധാരണയായി ഉന്നത വ്യക്തികൾക്കിടയിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എന്നാൽ പഴഞ്ചൊല്ലുകൾ സാധാരണക്കാരും ഉന്നതരും ഒരുപോലെ ഉപയോഗിക്കുന്ന സംസാരമാണ്. നമാദിജ് മിനൽ അംസാൽ. പഴഞ്ചൊല്ലുകളുടെ മാതൃകകൾ. ഇന്നക ലാ തജ്നി മിന ഷൗക്കി അൽ ഇനബ. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരി പറിക്കാൻ നിനക്ക് കഴിയില്ല. ഐ ലാ തജദു ഇൻദൽ മംബത്തി സൂഇ ജമീല. അതായത് ദുഷിച്ച മനസ്സുള്ളവരിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കാനാവില്ല. അടുത്തത് അഖ്ഷഫു വസൂറത്തുൽ കീല. യദ്രിബു ലിമൻ യജ്മഉ ബൈനൽ ഖസ്ലതൈനി മക്റൂഹതൈനി. ഉണങ്ങിയതും അളവിൽ കുറഞ്ഞതുമോ, രണ്ട് മോശം സ്വഭാവങ്ങൾ ഒരുമിച്ച് ചേർത്തവരെ കുറിച്ച് പറയുമ്പോൾ ഇത് ഉപയോഗിക്കുന്നു. ഖബ്ല റമ്മി യുറാഷു സഹ്മ യദ്രിബു ലിൽ ഇസ്തിഅദാദി ലിൽ അംരി ഖബ്ല നുസൂലിഹി. അമ്പെയ്ത്തിന് മുമ്പ് അമ്പിൽ തൂവൽ വെക്കണം. ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് അതിന് തയ്യാറെടുക്കുന്നതിനെ കുറിച്ച് ഇത് പറയുന്നു. തജ്ഫഉ ലുഖ്മാൻ മിൻ ഗൈരി ശിബ്ഇൻ യദ്രിബു ലിമൻ യദ്ഇ മാ ലൈസ യംലികു. ലുഖ്മാൻ വയറു നിറയാതെ ഏമ്പക്കം വിട്ടു. തനിക്കില്ലാതെ ഒന്നിനെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കുന്നതിനെ കുറിച്ച് ഇത് ഉപയോഗിക്കുന്നു.
رجع بخف حنين يضرب في الرجوع بالخيبة والفشل. ഹുനൈനിൻ്റെ ചെരുപ്പുകളുമായി മടങ്ങി, നിരാശയോടും പരാജയത്തോടും മടങ്ങി വരുന്നതിനെക്കുറിച്ച് ഇത് ഉപയോഗിക്കുന്നു. അസ്സൈഫു ളയ്യഅത്തുൽ ലബന യദ്രിബു ലിമൻ യളിഉ അംറൻ അലാ നഫ്സിഹി സുമ്മ യത്ലുബുഹു ബഅദ ഫവാത്തിൽ അവാൻ. വേനൽക്കാലത്ത് പാൽ നഷ്ടപ്പെടുത്തി, ഒരു കാര്യം സ്വയം നഷ്ടപ്പെടുത്തുകയും പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം അത് തേടുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഇത് ഉപയോഗിക്കുന്നു. അടുത്തത് നുമാദിജു മിനൽ ഹിക്കം, വിജ്ഞാനോപദേശങ്ങളുടെ മാതൃകകൾ. മസാരിഉ റിജാലി തഹ്ത ബുറൂഖി തമഅ വഹാദിഹിൽ ഹിക്മത്തു ദഅവത്തുൻ ലിൽ ഖനാഅ ലിഅന്ന തമഅ യഖ്തുലു സാഹിബഹു റബ്ബ മലൂമിൻ ലാ ദംബ ലഹു ഹിയ ദഅവത്തുൻ ഇലൽ തസബ്ബുതി മിനൽ അംർ ഖബല തൗജീഹിൽ ലൗം വദ്ദംബി ലിൽ ബരി. അദ്ദിബിൽ മർഇ ഖൈറുൻ മിൻ ദഹബിഹി വതഅനി അന്ന ഖീമത്തൽ ഇൻസാനി ബിഅദബിഹി വലൈസ ബിമാലിഹി. മൻ ഫസദത് ബതാനതുഹു കാന കൽ ഗാസി ബിൽ മാഇ വഹാദിഹി തദ്ഉ ഇലാ ഹുസ്നുൽ ഇഖ്തിയാരിൽ അഅ്വാൻ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് പറയുന്നത് എന്താണ്? നമുക്ക് സാരോപദേശങ്ങൾ. നുമാദിജും മിനൽ ഹിക്കം, വിജ്ഞാനോപദേശങ്ങളുടെ മാതൃകകൾ. അപ്പോൾ എന്താണ് പറയുന്നത്? ആണുങ്ങളുടെ മരണങ്ങൾ, അതാണ് പറഞ്ഞത്. മസാരിഉ റിജാലി തഹത്ത ബുറൂഖി തമഅ, ആണുങ്ങളുടെ മരണങ്ങൾ അത്യാഗ്രഹത്തിൻ്റെ മിന്നൽ വെളിച്ചത്തിന് കീഴിലാണ്. ഇത് തൃപ്തിപ്പെടുത്താനുള്ള ആഹ്വാനമാണ്. കാരണം അത്യാഗ്രഹം ഒരാളെ നശിപ്പിക്കും. ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്നവന് തെറ്റില്ല. കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഉറപ്പുവരുത്താനുള്ള ആഹ്വാനമാണിത്. നിരപരാധിയായ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഒരാളുടെ മര്യാദ അവൻ്റെ സ്വർണത്തേക്കാൾ മികച്ചതാണ്. ഒരു വ്യക്തിയുടെ മൂല്യം അവൻ്റെ മര്യാദയിലാണ്, അല്ലാതെ അവൻ്റെ സമ്പത്തിലല്ല എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ആരുടെ കൂട്ടുകാർ മോശമാണോ അവൻ വെള്ളം കുടിക്കുന്നവനെ പോലെയാണ്. ഇത് നല്ല സഹായികളെ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. അൽ വസായ, ഉപദേശങ്ങൾ. അൽ വസിയത്തു ലൗനുമിൻ അൽവാനിൻ നസർ ഹിയ മജ്മുഅത്തു മിനൻ നസാഇഹി വത്തൗജീഹാത്തില്ലതി കാന യുവജ്ജിഹുൽ ആബാഉ വൽ ഉമ്മഹാത്തു ലിഅബ്ദാഇഹിം ഔ കുബ്ബാറു സിന്നി ലിസിഗാരി സിൻ വസാദാത്തു വൽ ഹുകമാഉ വൽ മുസ്ലിഹൂന ലിന്നാസി ആമ്മ വഹിയ മിൻ ബാബിൽ ഖുത്ബ. لكن الخطبة تختلف عن الوصية حيث أن الخطبة توجه إلى الجماهير بينما الوصية توجه إلى الأفراد. وقد تنوعت موضوعات الوصايا في العصر الجاهلي فكانت تتناول موضوعات دينية وأخلاقية واجتماعية وسياسية. ഉപദേശം എന്നത് ഗദ്യത്തിൻ്റെ ഒരു രൂപമാണ്. മാതാപിതാക്കൾ മക്കൾക്ക്, അല്ലെങ്കിൽ പ്രായമായവർ ചെറുപ്പക്കാർക്ക്, അല്ലെങ്കിൽ പ്രഭുക്കന്മാരും ജ്ഞാനികളും പരിഷ്കർത്താക്കളും പൊതുജനങ്ങൾക്കും നൽകിയ ഒരു കൂട്ടം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണിത്. ഇത് പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രസംഗം ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉപദേശം വ്യക്തികളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ ഉപദേശങ്ങളുടെ വിഷയങ്ങൾ വ്യത്യസ്തമായിരുന്നു. അവ മതപരവും ധാർമ്മികവും സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങൾ ഉൾക്കൊണ്ടിരുന്നു. അടുത്താണ് സജഅൽ കുഹാൻ, ജ്യോത്സ്യന്മാരുടെ പ്രാസം. സജഅൽ കുഹാനി മിൻ നൗഇ മിൻ അൻവാഇൻ നസ്ലിൽ ജാഹിലി വ ഉസ്ലൂബുൻ മുസജ്ജഉൻ ഹാഫിലുൻ ബിൽ അഖ്സാം വൽ ഇബ്ഹാം വകാന തഖഹ്ഹുനു മിനൽ ഉമൂരി ശായിഅത്തി ഫിൽ ജാഹിലിയ وكان كل متكهن يزعم أنه سخر له رأي من الجن يسترق له السمع فيعرف به المستقبل.
قد جمع كتب الأدب طائفة من أقوال أولئك المتكهنين وهي كلها قائمة على السجع. ഇനിയടുത്ത പുരോഹിതന്മാരുടെ എന്നുവെച്ചാൽ മറ്റേ എന്താണ് കുഹാനികളുടെ ജ്യോത്സ്യന്മാരുടെ സജാ, ഇതിന് പ്രാസംഗിക ഗദ്യം എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ പ്രാസംഗിക ഗദ്യം ജാഹിലിയ കാലഘട്ടത്തിലെ ഗദ്യത്തിൻ്റെ ഒരു രൂപമാണ്. ഇത് സത്യവാങ്മൂലങ്ങളും അവ്യക്തങ്ങളും നിറഞ്ഞ ഒരു പ്രാസംഗിക ശൈലിയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഭാവി പ്രവചനം സാധാരണമായിരുന്നു. ഓരോ ഭാവി പ്രവാചകനും തനിക്ക് ജിന്നുകളിൽ നിന്നൊരു റഈ ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. ജിന്നുകളിൽ നിന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. അത് അവന് കേൾവികൾ ചേർത്തി കൊടുക്കുകയും അതുവഴി ഭാവി അറിയുകയും ചെയ്തിരുന്നു. ആ ഭാവി പ്രവചകരുടെ ഒരു കൂട്ടം വാക്കുകൾ സാഹിത്യഗ്രന്ഥങ്ങളിൽ ശേഖരിച്ചിട്ടുണ്ട്. അവയെല്ലാം സജാ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അടുത്തത് അൽ ഖിസ്സ. അൽ ഖിസ്സത്ത് നൗഉം മിൻ ഫന്നി നസരി വഹുവ മജ്മൂഅത്തു മിനൽ അഖ്ബാരി വൽ അഹദാഥി തതളമ്മനു വാഖഅത്തുൻ ഔ അദീദും മിനൽ വഖാഇഇ ഔൽ ഖയാൽ കാനത്ത് ഫിൽ ജാഹിലിയത്തി അഖ്ബാറുൻ തതഅല്ലഖു ബിശ്ശുഅറാഇ വൽ ഖബായിലി വഅയ്യാമുൽ അറബി വൽ ഖുസൂരി വആമുൽ ഫീലി വഖസസുത് താരീഖിൽ ഫാരിസി. കഥ എന്നത് ഗദ്യരൂപത്തിലുള്ള കലയുടെ രൂപമാണ്. അത് ഒന്നോ അതിലധികമോ യാഥാർത്ഥ്യമോ സാങ്കല്പികമോ ആയ സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം വാർത്തകളും സംഭവങ്ങളുമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ കവികളെയും ഗോത്രങ്ങളെയും കുറിച്ചുള്ള വാർത്തകളും അറബികളുടെ ദിനങ്ങളെയും കൊട്ടാരങ്ങളെയും ആനക്കഥയെയും പേർഷ്യൻ ചരിത്രത്തിലെ കഥകളെയും കുറിച്ചുള്ളതായിരുന്നു. ഇനി റീക്യാപ്പ്, സംഗ്രഹം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഒന്ന്, യുഹദ്ദിദുൽ മുഅഖിറൂൻ അൽ അസ്റുൽ ജാഹിലി ബിഖർനി വനിസ്ഫിൽ ഖർനി തഖരീബൻ ഖബല ളുഹൂറിൽ ഇസ്ലാം. ചരിത്രകാരന്മാർ ജാഹിലിയ കാലഘട്ടത്തെ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് ഏകദേശം 1.5 നൂറ്റാണ്ട് മുമ്പായി നിർവചിക്കുന്നു. അൽ അദബുൽ ജാഹിലി കുല്ലുമാ വസല ഇലൈന മിനൽ അദബി ഔ ഇന്തിയാജി ഫിക്രി മിൻ ഹാദിഹിൽ ഫിത്ര. ജാഹിലിയ സാഹിത്യം, ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ച എല്ലാ സാഹിത്യമോ ഭൗതികമോ ആയ സൃഷ്ടികളും. അശ്ശഅറുൽ ജാഹിലി ഖീല അൻഹു ഇന്നഹു ദീവാനുൽ അറബ്, അറബികളുടെ ദീവാൻ എന്ന് വിശേഷിക്കപ്പെട്ടു. ജാഹിലിയ കവിത അതിനെ അറബികളുടെ ദീവാൻ എന്ന് വിശേഷിക്കപ്പെട്ടു. അഷ്ഹറുൽ അസ്വാഖുൽ അറബി ഉഖാൽ, അറബികളുടെ ചന്തകളിൽ ഏറ്റവും പ്രശസ്തമായത് ഉഖാലാണ്. അൻ നസ്റുഹു അഹദു ഖിസ്മയിൽ കലാമി, ഗദ്യമുള്ളത് സംസാരത്തിൻ്റെ 2 ഖിസ്മുകളിൽ നിന്നൊന്നാണ്, 2 ഭാഗങ്ങളിൽ ഒന്നാണ്. അൽ കലാമു കുല്ലുഹു ഇമ്മാ തത്തിമ്മ സിയാഖത്തുഹു ഫി ഖാലബി ശാഇരി ഔ യകൂന ഫി ഖാലബിൻ നസ്ർ. സംസാരം ഒന്നില്ലെങ്കിൽ അതെല്ലാം അതിൻ്റെ രൂപീകരണം പൂർത്തിയായത് ഒരു പദ്യത്തിൻ്റെ ആശിലാണ്, അല്ലെങ്കിൽ ഔ യകൂന ഫി ഖാലബിൻ നസരി, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഗദ്യത്തിൻ്റെ മൂശയിലാണ്. ആർച്ച് മൂശ എന്നൊക്കെ പറയും, ഖാലബ് ഷാഅബ്. പിന്നെ അൻ നസ്റു ലാ യതഖയ്യദു ബിവസ്നിൻ ഔ ബിഖാഫിയത്തിൻ കശാഇരി, ഗദ്യത്തിന് കവിതയെപ്പോലെ ഭാരമോ പ്രാസമോ ഇല്ല. അൻവാഉൻ നസ്രിൽ ജാഹിലി അൽ അംസാലു വൽ ഹിക്മു വൽ വസായ വൽ ഖുതബു വൽ അഖാസീസു വസജഉൽ കുഹാൻ. ജാഹിലിയ ഗദ്യത്തിൻ്റെ തരങ്ങൾ ഏതൊക്കെയാണ്? പഴഞ്ചൊല്ലുകൾ, വിജ്ഞാനങ്ങൾ, ഉപദേശങ്ങൾ, പ്രസംഗങ്ങൾ, കഥകൾ, പുരോഹിതന്മാരുടെ സജാ. താങ്ക്സ്.